ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട്, വീട്ടിലെ പാചക വിശേഷങ്ങളും ഉണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓളുന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ചക്ക വീണ് കിടക്കുന്നുണ്ട്. ഇവിടെ ഇന്നലെ പുല്ല് പറിച്ച് നിർത്തിയതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുല്ല് പറിക്കാൻ കരുതിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നലെ പറിച്ചു കൂട്ടിയിട്ടേക്കണ പുല്ലാണ് ഈ കാണുന്നത്. ഇനി അവിടെ ഒരു അമ്പഴം നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ നിന്ന് ഞാൻ പുല്ല് പറിച്ചിട്ട് ഞാൻ പോകുള്ളൂ എന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. പക്ഷേ മഴ നന്നായിട്ട് പെയ്തു, ഒരുപാട് മഴ പെയ്തു കേട്ടോ. അപ്പോൾ പറിച്ച് തുടങ്ങട്ടെ കേട്ടോ. ഞാൻ എടീ, ഞാൻ പുല്ല് പറിക്കണോടത്തുള്ളോടി നീ മൂത്രം ഒഴിച്ചത്. അയ്യോ,
പുല്ല് പറിക്കാൻ ഒരുങ്ങി കുറച്ച് പുല്ല് പറിച്ചപ്പോഴത്തേനും എന്തൊരു മഴയാണെന്നറിയാമോ. അപ്പൊ കേൾക്കണു 5 ദിവസത്തേക്ക് ഫുള്ള് മഴയാണെന്ന്. ഇന്നത്തെ ദിവസം പോയി ചുമ്മാ വന്ന് ഇവിടെ ഇരിക്കുക. ഞാൻ അവിടെ പുല്ല് പറിച്ചിട്ടിരുന്നത് അവിടെ നിന്ന് ഇവിടം വരെ തീർക്കണമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നത്. അത് ഇങ്ങനെയായിപ്പോയി. ഈ മഴ എപ്പോൾ തോരുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ എൻ്റെ പണി നടന്നു പോയേനെയായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും. ഇനി ഇവിടുന്ന് 2 താളെടുക്കണം, ഒരു കപ്പങ്ങ കുത്തണം. ഞാൻ കപ്പങ്ങ കുത്തിയിരിക്കാൻ പറഞ്ഞുള്ളൂ. അയ്യോ 2 കിഴങ്ങിൽ അവിടെ ഇട്ടത് ഞാൻ. എന്തായാലും പണി നടക്കുന്നില്ല. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഞാൻ പോരുന്നതിന് മുൻപ് ഉപ്പുമാവ് ഉണ്ടാക്കി. ഒരു ലളിതമായിട്ടുള്ള ഒരു ഉപ്പുമാവാണെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ആ ഉപ്പുമാവ് ഉണ്ടാക്കിയത് കാണാം. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ടും വേറെ പാചകങ്ങൾ ചെയ്തു. അപ്പോൾ അതൊക്കെ കാണാം. നെയ്യിലാണ് ഞാൻ ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കണേ. നെയ്യ് ഒഴിച്ച് ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ചിട്ട് സവാള, പച്ചമുളക്, വറ്റൽമുളക് വഴറ്റി അത് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ 1 ഗ്ലാസ് റവപ്പൊടി ഞാൻ അതിനകത്തേക്ക് ഇട്ട്. വറുത്ത പൊടിയാണ് എങ്കിലും നമ്മൾ ഒന്നുകൂടി വറുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ വറുത്തു. തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ട് ആണ് ഈ വെള്ളം ഒഴിച്ചേക്കണത്. ഇളക്കി യോജിപ്പിച്ച് ഒരു അല്പനേരം ഞാൻ മൂടി വയ്ക്കുന്നുണ്ട്, ചെറിയ തീയിലിട്ട്. അതിൻ്റെ വെള്ളം എല്ലാവരും വറ്റി അതൊന്ന് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഞാനത് തുറന്ന് ഇളക്കിയിട്ടത്. ഈ സമയം നമ്മൾ ഇളക്കി കൂട്ടി രുചിച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ട് എന്ന് തോന്നിയാൽ നമുക്ക് അല്പം ചൂടുവെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് തളിച്ച് കൊടുത്ത് ഇളക്കിയാൽ മതി. 1-2 പ്രാവശ്യം ഞാനിത് തുറന്ന് നോക്കി ഇളക്കി യോജിപ്പിച്ച് എടുത്തതാണ്. അടിക്ക് പിടിച്ചിട്ടില്ല, കട്ട ആയിട്ടൊന്നുമല്ല. നമ്മളിങ്ങനെ കയ്യിലുകൊണ്ട് അലത്തുമ്പോൾ അടരുന്ന ഒരു രീതിക്കാണ് ഞാൻ ഈ ഉണ്ടാക്കിയിരിക്കുന്നത്. നെയ്യിലുണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അങ്കിള് അവിടെ ഇരുന്ന് കായ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ട് വേണം മുളപ്പിലേക്ക് പോകാമെന്ന് കരുതി ധൃതി പിടിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് ചായയായോ എന്ന്. ഏതായാലും പണി നടക്കുന്നില്ല. അപ്പോൾ അങ്കിള് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് ചിക്കൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചിക്കൻ വാങ്ങിയിട്ട് വന്നു. ഇത് എല്ലാം ഞങ്ങൾ ഒന്നിച്ച് വെക്കാനല്ല, കുറച്ചെടുത്ത് കോഴി മരുന്നുണ്ടാക്കും, കുറച്ചെടുത്ത് ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കും. അങ്ങനെ പലവിധ ഇതായിട്ട് ഉണ്ടാക്കാൻ കരുതിയിട്ടാണ്. ഇതിപ്പോൾ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ സവാള, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇവയെല്ലാം കൂട്ടി തിരുമ്മി വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ കൂട്ടി തിരുമ്മി വെച്ചതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് കഴുകി ഇടുന്നതാണ്. ഇനി ഞാനിത് അടപ്പത്തേക്ക് വയ്ക്കാൻ പാണ്. അടപ്പത്ത് വെച്ച് തിള വന്നു. ഇനി ഒന്ന് ഇളക്കിയിടാം. നമ്മൾ വെള്ളം ഒഴിക്കാതെയല്ല വെച്ചത്, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഉരുളക്കിഴങ്ങ് ഇട്ടേക്കണതും കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് വെള്ളം വലിക്കും. മസാലപ്പൊടിയൊക്കെ ഞാനിതിൽ ചേർത്ത് തിരുമ്പിയിരുന്നു. പിന്നെ തക്കാളിയും ചേർത്തിട്ടുണ്ട്.
വെന്ത് പാകമായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ വേറെ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഒഴിച്ചിട്ടില്ല. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്.